Today is the day the Lord has made. Let us rejoice and be glad in it. ഈ ദിവസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ധാരാളം പരീക്ഷകളും പ്രയാസങ്ങളും എതിർപ്പുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരീക്ഷകന്റെ ശക്തി പരിപൂർണമായി പരാജയപ്പെട്ടു. ഈ ദിവസം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി എന്നാണ് ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത്. ഇവിടെ ഈ പള്ളി പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നതിനായി വന്നപ്പോഴേ ആദ്യം കണ്ട സംഭവം തന്നെ അതിൻ്റെ ഒരു മുൻകുറിയായി. ഒരു വലിയ സർപ്പം പത്തി ഉയർത്തി മുമ്പോട്ട് വന്നു. അതിനെ കൊല്ലുവാനായി കൂട്ടത്തിൽ 2-3 പേര് അതിനുള്ള കമ്പും കോലുമെല്ലാം അന്വേഷിച്ചു. ഞങ്ങൾ ചിലര് സൂക്ഷിച്ച് ആ പാമ്പിന്റെ നേരെ തന്നെ നോക്കിക്കൊണ്ടു. എന്നാൽ എങ്ങനെയെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് ആ പാമ്പ് അപ്രത്യക്ഷപ്പെട്ടു. അന്ന് മുതൽ അവരവരുടെ ചിന്തയനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ തരത്തിൽ ചിന്തിച്ചു. എന്നിരുന്നാലും മനുഷ്യവർഗത്തെ ദൈവത്തിനെതിരായി പാപത്തിലേക്ക് വീഴ്ച ആ പരീക്ഷകനാണ് ഇവിടെ തല ഉയർത്തിയത് എന്ന് എനിക്ക് ഹൃദയത്തിൽ തോന്നി. ധാരാളം എതിർപ്പുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനോവേദനകൾ ഇവയെല്ലാം അവനുണ്ടാക്കി. എന്നാൽ പരാജയം സമ്മതിച്ച് ഇന്ന് അവൻ ദൈവത്തിന് കീഴ്പ്പെട്ടു എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പറയുന്നതിന് ഈ ഇടവകയെ ദൈവം യോഗ്യതയുള്ളതാക്കി തീർത്തു എന്ന് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുകയാണ്. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അഭിമന്യ തിരുമേനിയുടെ പ്ലെയിൻ ഈ രാജ്യം വിട്ട് പോകത്തക്ക രീതിയിൽ അവൻ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ഇത് ഈ രാജ്യത്തിന് പുറത്ത് ചെന്നിട്ട് ആ പ്ലെയിനിൽ തന്നെ തിരിച്ചു വന്ന് ഏതാണ്ട് 12 മണിക്കൂറുകളിൽ കൂടുതൽ തിരുമേനി അറിയാതെ യാത്ര ചെയ്യേണ്ടി വന്നു. ഈ ദിവസം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇന്ന് അതിരാവിലെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് അല്പം വൈകിയെങ്കിലും കിടന്ന ഞാൻ ഒരിക്കലും സംഭവിക്കാത്തതുപോലെ ഇവിടെ വരേണ്ട സമയത്താണ് ഉറക്കം തെളിഞ്ഞത്. വളരെയേറെ പ്രയാസപ്പെട്ടു. എന്നിരുന്നാലും അധികം താമസിയാതെ ഇവിടെ വന്നു ചേരുന്നതിന് സാധിച്ചു. അഭിമന്യ തിരുമേനിയുടെ ശബ്ദം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എന്നിരുന്നാലും പിശാചിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നിടത്ത് തീർച്ചയായും ഉണ്ടാകും. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ പിശാചെ പരീക്ഷിച്ചുവെന്ന് നാം വ്യക്തമായി തിരുവചനത്തിൽ വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആ യേശു കുഞ്ഞിനെ കൊല്ലുവാനായി രാജ്യത്തിന്റെ അധിപതിയായിരുന്ന രാജാവ് ശ്രമിച്ചു. എന്നാൽ ആ കുഞ്ഞിനെ ഒഴികെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു. ആ കുഞ്ഞിനെ കൊല്ലുവാൻ സാധിച്ചു. എന്തിനു വേണ്ടി ദൈവം ലോകത്തിലേക്ക് വന്നു? എന്തിനു വേണ്ടി നമ്മെ ദൈവം സൃഷ്ടിച്ചു? അതെല്ലാം പരിപൂർണമായി നടത്തുന്നതിന് ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവത്തിനെതിരായിട്ടുള്ള യാതൊരു ശക്തിയും വിജയിക്കുകയില്ല. പരമമായി ദൈവം തന്നെ ജയിക്കും. എല്ലാ നാവും അവൻ ദൈവത്തിനെന്ന് സമ്മതിച്ച് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും അവന്റെ തിരുമുമ്പാകെ കുനിയും വണങ്ങും മുട്ടുകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ശക്തിയിലും നടത്തിപ്പിലും ആശ്രയിച്ച് ദൈവികമായിട്ടുള്ള നന്മകൾ ചെയ്യുവാൻ ഈ ഇടവകയെ ദൈവം
കൂടുതൽ കൂടുതൽ യോഗ്യതയുള്ളതാക്കി തീർക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ ദിവസം ഉണ്ടായതിന് ദൈവം നൽകിയതായ അനുഗ്രഹങ്ങള്, നടത്തിപ്പുകള്, ആർക്കും ചിന്തിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള സംഭാവനകള്, കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം നൽകി ഇന്ന് ഈ ദിവസം സന്തോഷിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി ദൈവം നമുക്ക് എല്ലാവർക്കുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. Today is the day the Lord has made. Let us rejoice and be glad in it. ഇന്ന് സന്തോഷിക്കുന്നതിന് നമുക്ക് അവകാശമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. 8 ഏക്കർ സ്ഥലം, അതിമനോഹരമായ ദേവാലയം, അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയം, ഇത്രയും ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അത്ഭുതകരമായി ഈ ചെറിയ ഇടവകയെ കൊണ്ട് ദൈവം സാധിച്ചു. അതിന് ദൈവതിരുനാമത്തിന് നന്ദിയും മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ഇടവകാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരിക്കലും ഉണ്ടാകാത്തതുപോലെയുള്ള യോജിപ്പോടുകൂടെ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ സ്ഥലം വാങ്ങിക്കുന്നതിനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവിൽ ഒന്നിപ്പിച്ചു. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന എത്ര നന്മയും എത്ര സൗന്ദര്യവുമാകുന്നു എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവിൽ ഒരുമിപ്പിച്ചതിന് ശേഷം ഇത്രയും വലിയ കാര്യങ്ങൾ ഈ ചെറിയ ഇടവകയെ കൊണ്ട്, ബലഹീനരായ ഈ ഇടവകാംഗങ്ങളെ കൊണ്ട് ദൈവം സാധിപ്പിച്ചു എന്ന് ഓർക്കപ്പെടും. ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നുവെന്ന് ഓർക്കുമ്പോഴും വികാര ഹരിതനായി അല്ലാതെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ഈ ഇടവകയുടെ പ്രവർത്തനത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചതായ ധാരാളം വ്യക്തികളുണ്ട്. അവരെല്ലാവരും ആത്മാർത്ഥമായി സഹായിച്ചു, സഹകരിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ ഞാൻ ഈ ഇടവകയുടെ പേരിൽ നന്ദി, കൃതജ്ഞത അർപ്പിക്കുന്നു. വീണ്ടും എടുത്ത് പറയുമ്പോൾ Reverend Jacob George, Reverend C.J. Thomas, Reverend Father Zachariah, Reverend Father C.O. Varghese, Reverend Father John G. Varghese, Reverend Father John Kunnuthisheril, Reverend Father M.T. Thomas, Reverend Father Mary Offer Sanjay എന്നിവര് ഈ കൂദാശിയിൽ, ഈ പരിശുദ്ധ കൂദാശിയിൽ വന്ന് സംബന്ധിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു. അതുപോലെ ഇമ്മാനുവേൽ CSI ചർച്ച്, ഇന്ത്യ കാത്തലിക്സ് ഓഫ് ഹ്യൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഹ്യൂസ്റ്റൺ, സെന്റ് ജോൺസ് കനാനായ ജേക്കബൈറ്റ് ചർച്ച്, സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, സെന്റ് തോമസ് CSI ചർച്ച്, സെന്റ് തോമസ് എവാഞ്ചലിക്കൽ ചർച്ച്, സെന്റ് തോമസ് കേരള കാത്തലിക് കമ്മ്യൂണിറ്റി, ട്രിനിറ്റി മാർത്തോമ ചർച്ച്, സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് ചർച്ച് ഹ്യൂസ്റ്റൺ, CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ, ലാഫ്കിൻ സെന്റ് തോമസ് ചർച്ച്, ഓക്ലഹോമ സെന്റ് തോമസ് ചർച്ച്, അർക്കൻസാസ് സെന്റ് തോമസ് ചർച്ച്, ഡാലസ് സെന്റ് മേരീസ് ചർച്ച്, ഡാലസ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച്, ഡാലസ് സെന്റ് ജോർജ് ചർച്ച്, ഡാലസ് സെന്റ് തോമസ് ചർച്ച്, ഹ്യൂസ്റ്റൺ മിഷണറി ബാപ്റ്റിസ്റ്റ് ചർച്ച്, ഈ ഇടവകകളും ഇടവകയിലെ അംഗങ്ങളും വൈദികരും പാസ്റ്റേഴ്സും ഈ സംരംഭത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. അവരെ ദൈവം നടത്തിയതുപോലെ ഈ സംരംഭത്തിന് വേണ്ടി ദൈവം അവരെ നയിച്ചു. അങ്ങനെ ഇത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് വ്യക്തിപരമായി അവകാശം പറയുവാൻ സാധിക്കാത്ത വിധത്തിൽ ധാരാളം ദൈവമക്കളെയും ഇടവകകളെയും ന്യൂയോർക്ക് മുതൽ ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ്, ലാഫ്കിൻ, ഓക്ലഹോമ, അർക്കൻസാസ്, ഹ്യൂസ്റ്റൺ എന്നീ ഇടവകകളും വൈദികരും പ്രത്യേകിച്ച് ദൈവത്താൽ നയിക്കപ്പെട്ട സ്നേഹം നിറഞ്ഞ വ്യക്തികളും കുടുംബങ്ങളും ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക ഹ്യൂസ്റ്റന് പ്രത്യേകമായി ഒന്നും തന്നെ അഭിമാനിക്കാനില്ല. എന്നാൽ ദൈവം ഈ ഇടവകയെക്കൊണ്ട് ഈ ഇടവകയ്ക്ക് ചിന്തിക്കുന്നതിനോ ഊഹിക്കുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ ഉപരിയായിട്ടുള്ള ദൈവികമായ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ മക്കളാൽ ഇവിടെ നിർവഹിക്കപ്പെട്ടു എന്ന് ഓർക്കപ്പെട്ടു.
ഇതിനോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളെ പരിചയപ്പെട്ട എല്ലാവരുടെയും ദൈവവിശ്വാസം വർദ്ധിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതിന്, നയിക്കുന്നതിന് ഇത് സാധിക്കുന്നു. അങ്ങനെ എല്ലാവരും ദൈവത്താൽ നയിക്കപ്പെട്ടു ഈ സംരംഭത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പോഴേ ഇത് ദൈവത്തിന്റെ പ്രവർത്തനമായിരുന്നു. യാക്കോബ് പറയുന്നത് പോലെ അവൻ ഉറക്കം ഉണർന്ന് തലയണിയായി വച്ച കല്ല് എടുത്ത് നാട്ടി അതിൽ തിരി കത്തിച്ച് യഹോവ ഇവിടെ ഉണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. അതിന് ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. അതുപോലെ ദൈവം അത്ഭുതകരമായി ഈ ദിവസം ഈ ഇടവകയ്ക്ക് വേണ്ടി മാത്രമല്ല, വരുവാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും ഈ ഇടവകയെ ദൈവം ഉപയോഗിച്ചു. അതിനുവേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഓരോ വ്യക്തി അവരുടെ സംഭാവന എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട എമൗണ്ടാണ്. അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച എമൗണ്ടാണ്. ആ സന്തോഷത്തോടും നന്ദിയോടും സ്നേഹത്തോടും അത് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും പേരുപേരായി, ഇടവകയായി, കുടുംബങ്ങളായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. അതിന് ഈ അവസരം ഉണ്ടാക്കി തന്ന ദൈവത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന് മുമ്പാകെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അഭിമന്യ തിരുമേനി വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു, വളരെയേറെ മനപ്രയാസപ്പെട്ട് ഈ ദിവസങ്ങൾ ക്രിസ്തുമസും അതുപോലെ പള്ളികുദാശയും ഭംഗിയായി നിർവഹിച്ചു തന്നതിന് ഈ ഇടവകയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ അഭിമന്യ തിരുമേനിക്ക് ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വൈദികർക്കും ഞാൻ ആദ്യം പേര് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇതിനോട് സഹകരിച്ച എല്ലാ ഇടവക അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ദൈവത്തിന് മുമ്പാകെ അവർ ഓർത്തുകൊണ്ട് അവരോടും നന്ദി പറയുകയാണ്. മേലാലും പരസ്പരം സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും ദൈവത്തിന്റെ ജോലി ഒത്തൊരുമയോടുകൂടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതിനും പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്നതിനും ദൈവനാമം മഹത്വപ്പെടുവാനും ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതിന് നാം പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ വീണ്ടും വീണ്ടും എന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയും ഞങ്ങൾക്കുള്ളതായ എല്ലാ സഹായ സഹകരണങ്ങളും സഹായിച്ചിട്ടുള്ളവരും ഇനി സഹായം ആവശ്യമായിട്ടുള്ളവർക്കും കൊടുക്കുന്നവരുമായും പാരമ്പര്യം ഇടവകിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് ദൈവത്തിന് മുമ്പാകെ ഓർക്കുകയും സ്മരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുവാനില്ല. ഇടവക പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോഴേ പബ്ലിക് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ സെക്രട്ടറി മുമ്പോട്ട് വന്ന് അതിന്റെ വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും കൃതജ്ഞതയും പറയുന്നു. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ അപാകതകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി സഹിച്ചും ക്ഷമിച്ചും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ എല്ലാത്തിലും പങ്കുകൊള്ളുകയും ഇടവകയെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്നുകൂടെ ഈ അവസരത്തിൽ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോഴേ അഭിമന്യ തിരുമേനി അല്പസമയം നിങ്ങളോട് കൽപ്പിച്ച് പ്രസംഗിക്കുന്നതാണ്.